ക്രൂശിതനായ എന്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ 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 എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം
ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. ഓ ഈശോ, 12-ാം വയസ്സിൽ അങ്ങയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോ
രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. നാലാം ദിവ്യരഹസ്യം. സ്നേഹനാഥനായ ഈശോ അങ്ങു ഗാഗുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശും പേറിപ്പോയപ്പോൾ അങ്ങയെ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങയുടെ പാടുപീഡകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെക്കുറിച്ച്.
ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ആറാം ദിവ്യരഹസ്യം. ഈശോനാഥ, അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണീർ തുള്ളികളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ.
17 ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സമാപന പ്രാർത്ഥന. ഓ മറിയമേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അങ്ങയുടെ പ്രിയപുത്രന്റെ പക്കൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ വണക്കമാസം 21 ദിവസം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ തിരുവിലാവ് കുത്തിത്തുറക്കപ്പെട്ടപ്പോൾ ആ അമ്മ അനുഭവിച്ച വ്യാകുലതകളെ നമുക്ക് ധ്യാനിക്കാം. അടുത്തിരുന്ന പെസഹ ശനിയാഴ്ചയുടെ സന്തോഷത്തിന് ഭംഗം നേരിടാതിരിക്കുവാൻ വേണ്ടി യഹൂദന്മാർ ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കണമെന്ന് നിശ്ചയിച്ചു. എന്നാൽ കുറ്റവാളി മരിച്ചിട്ടല്ലാതെ ശരീരം താഴെ ഇറക്കുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നതുകൊണ്ട് അവരിൽ ചിലർ കാലുകൾ തകർക്കുവാൻ ഇരുമ്പ് വടികളുമായി വരികയും ഈശോയോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 മോഷ്ടാക്കളോട് ആ ക്രൂരകൃത്യം നടത്തുകയും ചെയ്തു. മറിയം പുത്രവിയോഗത്തെപ്പറ്റി കരഞ്ഞുകൊണ്ടിരിക്കയിലാണ് ആയുധപാണികളായ ഈ ദുഷ്ടന്മാർ ഈശോയുടെ അടുക്കൽ വന്നത്. അവരുടെ ദർശനമാത്രയിൽ ആ സ്വാധി അമ്പരന്നുപോയി. അനന്തരം വിശുദ്ധ ബൊനവെഞ്ചർ പറയും പ്രകാരം, എൻ്റെ മകൻ മരിച്ചുപോയി,
അദ്ദേഹത്തോട് നിങ്ങൾ ഇനി യാതൊരു ഉപദ്രവവും ചെയ്യരുതേ, അദ്ദേഹത്തിൻ്റെ അബലമാതാവായ എന്നെ വേദനപ്പെടുത്തരുതേ എന്ന് മറിയം അപേക്ഷിച്ചു. ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ ഒരു പടയാളി കുന്തം കൊണ്ട് ആഞ്ഞുകുത്തി മിശിഹായുടെ തിരുവിലാവ് തുളയ്ക്കുന്നത് കാണുന്നു. പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാവിനെ കുത്തി. ഉടൻ രക്തവും ജലവും പുറപ്പെട്ടു എന്ന് സുവിശേഷകനായി വിശുദ്ധ യോഹന്നാൻ വിവരിച്ചിരിക്കുന്ന ആ ദാരുണ കൃത്യമാണ് അപ്പോൾ ദിവ്യമാതാവ് കണ്ടത്. ബ്രിജീത്ത പുണ്യവതിക്ക് വെളിപ്പെടുത്തപ്പെട്ട പ്രകാരം ഈ ശൂലപ്രയോഗം കൊണ്ട് കുരിശിളകി ഈശോയുടെ ഹൃദയം രണ്ടായി പിളർന്നുപോയി. രക്തവും ജലവും അപ്പോൾ പുറപ്പെടുവാനുള്ള കാരണമെന്ത്? മരണാനന്തരം ഏതാനും രക്തകണങ്ങൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. നമുക്ക് വേണ്ടി തരുവാൻ ഇനിയും രക്തം തനിക്കില്ല എന്ന് കാട്ടുവാൻ വേണ്ടി അവ കൂടെയും ചിന്തുന്നതിന് ദിവ്യരക്ഷകൻ തിരുമനസ്സായി. വിലാവ് കുത്തിത്തുറന്ന സംഗതിയിൽ അന്യായം ചെയ്തത് ഈശോയോടാണെങ്കിലും ആ വേദന അനുഭവിച്ചത് പരിശുദ്ധ കന്യകയാണ്. ഇത് സംബന്ധിച്ച് ദിവ്യജനനി ബ്രിജീത്ത പുണ്യവതിയോട് പറഞ്ഞത്, കുന്തം തിരികെ ഊരിയപ്പോൾ അതിൻ്റെ അഗ്രം രക്തം കൊണ്ട് ചുവന്നിരുന്നു. എൻ്റെ എത്രയും പ്രിയപുത്രൻ്റെ ഹൃദയത്തിൽ കൂടെ കുന്തം കടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തുളയ്ക്കപ്പെടുന്നത് പോലെയുള്ള വേദന ഞാൻ അനുഭവിച്ചു എന്നാണ്. ആ സന്ദർഭത്തിൽ അനുഭവിച്ച വേദനയുടെ തീവ്രത നിമിത്തം ദൈവീക ശക്തി ആ നാഥയെ അമർത്യമായി സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ തൽക്ഷണം മരിച്ചു പോകുമായിരുന്നു എന്ന് ഒരു ദൈവദൂതൻ ബ്രിജീത്ത പുണ്യവതിയെ അറിയിക്കുകയുണ്ടായി. മിശിഹായുടെ തിരുഹൃദയത്തിൻ്റെ ദൃശ്യമായ മുറിവുകൊണ്ട് അദൃശ്യ സ്നേഹത്തിൻ്റെ മുറിവ് പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി ആ ഹൃദയം മുറിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ബെർണാദിൻ്റെ പ്രസ്താവം. ക്രിസ്ത്യാനികളെ, ഈ തിരുഹൃദയ ഭക്തി സംബന്ധിച്ച് പ്രതിദിനം നിങ്ങൾ എന്തു ചെയ്യുന്നു? തിരുഹൃദയ രൂപം നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിച്ച് കുടുംബ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടോ? മാസാദ്യ വെള്ളിയാഴ്ചയിലെ ദിവ്യകാരുണ്യ സ്വീകരണം, ജൂൺ മാസത്തിലെ തിരുഹൃദയമാസ വണക്കം എന്നിവ നടത്തുന്നുണ്ടോ എന്നാലോചിച്ച് ന്യൂനതകളെ തിരുത്തുവിൻ. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹാതിരേകത്താൽ അതിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് സീമാതീതമായി സഹതപിച്ചതും അതോടുകൂടെ പീഡാശൂലം കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെട്ടതുമായ മറിയത്തിൻ്റെ വിമലഹൃദയം വഴിയായി ദിവ്യരക്ഷകന്റെ തിരുഹൃദയ ഭക്തിയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിനും അതിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും ശ്രമിച്ചാൽ ഈ ഉദ്യമം വളരെ എളുപ്പത്തിൽ ഫലപുഷ്ടമായി തീരുന്നതാണ്. രക്ഷിതാവിനെ നമുക്ക് തന്നത് മറിയമാകയാൽ ആ രാജ്ഞി വഴിയായിട്ട് വേണം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പക്കൽ നാം എത്തുവാൻ. ആകയാൽ മറിയത്തിൻ്റെ മക്കളെ, ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ സ്ഥലം കിട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറിയത്തോടുകൂടെ നിങ്ങൾ പോകുവിൻ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ ആ നാഥ നിങ്ങൾക്ക് നൽകുമെന്നതിൽ സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. വ്യാകുലമാതാവേ, ഈശോ മിശിഹായ ദുഷ്ടന്മാർ കഠിന പീഡകൾ അനുഭവിച്ചു കൊണ്ട ശേഷം കുന്തം കൊണ്ട് തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുകയും നിന്നെ വേദനിപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ ഈശോയുടെ പീഡകൾക്കും മരണത്തിനും നിന്റെ വേദനകൾക്കും കാരണം എൻ്റെ പാപങ്ങളാണെന്ന് അറിഞ്ഞ് വിശ്വസിച്ചിരുന്നിട്ടും വീണ്ടും ഞാൻ പാപം മൂലം നിങ്ങളെ അത്യധികം സങ്കടപ്പെടുത്തി എന്നത് സത്യം തന്നെ. ഇത്ര വലിയ നന്ദിഹീനതയെക്കുറിച്ച് ഞാൻ ഹൃദയപൂർവ്വം അനുഭവിക്കുന്നു. മേലാൽ ഈശോയുടെ തിരുഹൃദയത്തെ യഥാർത്ഥമായി സ്നേഹിച്ച് വണങ്ങുവാൻ ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നാൽ ഈശോയെ കണ്ടെത്തുവാനുള്ള വാതിൽ നീയാകിയാൽ അദ്ദേഹത്തിൻ്റെ തിരുഹൃദയത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ. എൻ്റെ അമ്മേ, നിന്നെയും നിന്റെ ദിവ്യപുത്രനെയും എന്തുമാത്രം ഞാൻ സങ്കടപ്പെടുത്തിയോ അത്രയും നിങ്ങളെ സ്നേഹിക്കുവാനും എൻ്റെ മരണാനന്തരം നിങ്ങളെ എന്നേക്കും സ്തുതിക്കുവാനും എനിക്ക് ഇടവരുത്തണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാൻമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വ്യാകുല മാതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ് കുദിശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാതെ വന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്തിൽ പോയി താമസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടിഞ്ഞൂൽ പുത്രനെ പുൽക്കൂട്ടിൽ കിടത്തിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ചേതനാചാരത്തെ സഹതാപത്തോടെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രൻ വിവാദത്തിന്റെ അടയാളമായി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ആത്മാവിൽ ഒരു വാൾ കടക്കുമെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോടുകൂടെ ഈജിപ്തിലേക്ക് ഓടിയൊളിപ്പാൻ ആവശ്യപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർദോഷികളായ ശിശുക്കളുടെ സംഹാരത്തിൽ വേദനിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് അപ്രത്യക്ഷനായ പുത്രനെ 3 ദിവസം സങ്കടത്തോടെ അന്വേഷിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ നേരെ യഹൂദന്മാർക്കുണ്ടായിരുന്ന തീരാത്ത പകയെ അറിഞ്ഞിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജെറൂസലമിലേക്ക് പീഡ സഹിക്കുവാൻ പോകുന്നതിന് പുത്രനെ
അവസാനത്തെ അത്താഴനാൾ മഹാദുഃഖത്തോടെ യാത്രയാക്കിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യൂദാസിനാൽ ചതിവായി കാട്ടിക്കൊടുക്കപ്പെട്ടെന്നും ബന്ധിച്ചു കൊണ്ടുപോകപ്പെട്ടെന്നും അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ പാതകനെ പോലെ പ്രധാനാചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടെന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനിൽ കളവായി കുറ്റം ചുമത്തപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തിരുക്കരണത്തിൽ ഭയങ്കരമായ വിധം അടിച്ചു എന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യഹൂദന്മാരാലും പടയാളികളാലും എത്രയും കഠിനമായ വിധം ഉപദ്രവിക്കപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ ബറാബാസിന് പിന്നിടപ്പെട്ടെന്ന് അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചൂടിക്കപ്പെടുകയും ചെയ്ത പുത്രനെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ എത്രയും അന്യായമായി ഉച്ചരിക്കപ്പെട്ട വിധി തീർപ്പ് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരമുള്ള സ്ലീവ വഹിച്ചിരുന്ന പുത്രനെ എതിരെ ചെന്ന് കണ്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തൃക്കൈകളും കാലുകളും ഭയങ്കരമായ ആണികളാൽ തറയ്ക്കപ്പെടുന്നത് ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീവായിൽ കിടന്ന് പുത്രന്റെ അന്തിമ വാക്കുകളെ കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാമരണവേദന അനുഭവിച്ചിരുന്ന പുത്രന്റെ സമീപത്ത് നിന്നിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീബായിൽ നിന്നിറക്കിയ പുത്രന്റെ മൃതശരീരത്തെ സ്വന്തം അടിയിൽ സ്വീകരിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ശരീരം സംസ്കരിക്കപ്പെട്ട ശേഷം മഹാക്ലേശത്തോടും ആശ്വാസമില്ലാതെയും വീട്ടിൽ പിന്തിരിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ലേശിതരുടെ സന്തോഷമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുർബലന്മാരുടെ ധൈര്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ എത്രയും കഠിന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഹൃദയത്തിലെ എത്രയും കഠോര ദുഃഖങ്ങളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അത്യധികമായ ഖേദത്തെയും താപത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സീമാതീതമായ പീഡകളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിലാപത്തെയും അശ്രുക്കളെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മാതൃസഹതാപത്തെക്കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയേറിയ മധ്യസ്ഥത വഴിയായി വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അമിത ദുഃഖത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അധൈര്യശീലത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിന്റെ സകല അവകാശങ്ങളിലും ആപത്തുകളിലും നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പശ്ചാത്താപമില്ലായ്മയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ആകസ്മികവും ഒരുക്കമില്ലാതിരിക്കയിൽ വരുന്നതുമായ മരണത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ യഥാർത്ഥ വിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും സഹായവും നൽകുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആസന്ന മരണാവസ്ഥയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആയുസ്സിന്റെ ഭാഗ്യാവസാനം
ഞങ്ങൾക്ക് പ്രാപിച്ചു തരുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ മാതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും വ്യാകുലയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ കർത്താവേ, അങ്ങ് വേദന അനുഭവിക്കുന്ന സമയത്ത് വ്യാകുലതയുടെ വാളാൽ ആത്മാവിൽ മുറിപ്പെടുത്തപ്പെട്ട അങ്ങേ മാതാവായ ഭാഗ്യവതി കന്യകമറിയം, അങ്ങേ കൃപയുടെ സിംഹാസനത്തിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മധ്യസ്ഥയായി നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന പിതാവിനോടും റൂഹാദ് ഖുദ്സയോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന ലോകരക്ഷിതാവായി ഈശോ മിശിഹായെ അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുഹൃത ജപം. വ്യാകുല മാതാവേ, ഈശോയുടെ തിരുഹൃദയത്തോട് അധികമായ സ്നേഹമെന്നിൽ ജ്വലിപ്പിക്കണമേ. സൽക്രിയ. ഈശോയുടെ തിരുഹൃദയ ഭക്തി നിന്നിൽ ഉണ്ടായി വർദ്ധിക്കുന്നതിന് വേണ്ടി മാതാവിനെ കുറിച്ച് പരിശുദ്ധരാജ്ഞി എന്ന ജപം 3 പ്രാവശ്യം ചൊല്ലുക.